ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു വാലന്റൈൻ സ്പെഷ്യൽ റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെന്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്. അപ്പോൾ ഇത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണത്, എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ് പറയണതെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനായി, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി ഫെബ്രുവരി മാസത്തിൻ്റെ? ഓവറോൾ എനർജി ഫെബ്രുവരി മാസത്തിൻ്റെ 5 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് 9 ഓഫ് വാൻഡ്സ്. എന്താണ് നിങ്ങളുടെ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ? ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ 4 ഓഫ് സോഡ്സ് ആണ്. അപ്പം 4 ഓഫ് സോഡ്സ് ഇവിടെ കറണ്ട് സിറ്റുവേഷൻ ഞാൻ കാണുന്നത് ജെമിനായി ഇവിടെ ഒരു സെപ്പറേഷൻ്റെ എനർജിയാണ് ഇത്. ഓക്കെ, ഇത് ആക്ച്വലി നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ എന്തോ ഒരു സെപ്പറേഷൻ കാണാണ്ട്, ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത മാതിരി ഒരു സിറ്റുവേഷൻ. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ആണ് ഈ സെപ്പറേഷൻ ഒബ്വിയസ്ലി ഉണ്ടായണേ. അപ്പം നമ്മൾക്ക് ചെക്ക് ചെയ്യാം എന്താണ് ഈ 4 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇവിടെ ഞാൻ കാണുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി. നിങ്ങളെ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ആവാം. അതല്ല വെച്ചാൽ ഇത് കുറച്ചൊരു ഇമോഷണൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ സമയത്ത് ഒരു സെപ്പറേഷനിലുള്ളത്. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് ഒരു വഴക്ക് ഉണ്ടായിട്ടില്ല വെച്ചാൽ മേ ബി വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. ജോലിയുടെ കാരണം, ട്രാവലിൻ്റെ കാരണം. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാൾക്കും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട്, ഈ റിലേഷൻഷിപ്പ് എന്താണ് ഫ്യൂച്ചർ ഉള്ളതെന്ന് ആ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നിങ്ങളൊരു ബ്രേക്ക് എടുത്തു. നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളൊരു റിലേഷൻഷിപ്പിലും പോലും ആയിരിക്കില്ല, പക്ഷേ ഫീലിങ്സ് ഉണ്ട്, അങ്ങനത്തെ എനർജിയും ആവാം. പക്ഷെ നിങ്ങളുടെ എനർജി ഞാൻ കാണുമ്പോൾ 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ 5 ഓഫ് കപ്സ് ഒരു ലോസിൻ്റെ തന്നെ എനർജിയാണ്. ഓക്കെ, ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾക്കൊരു ലോസായി ഫീൽ ചെയ്യണു. ഈ പേഴ്സണെ നിങ്ങൾ കുറേ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തോ ഒരു റിഗ്രറ്റിൻ്റെ എനർജി കാണാണ്ട് ലോസിൻ്റെ എനർജി ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ 5 ഓഫ് കപ്സ് ഇവിടെ ഉള്ളത്? 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഞാൻ ഒരു ഇംബാലൻസ് ആയിട്ടാണ് കാണുന്നത്. 2 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങൾക്ക് ഷുവർ അല്ല നിങ്ങൾ ഈ സിറ്റുവേഷൻ മുമ്പോട്ട് പോവോ ഇല്ലേന്ന്. നിങ്ങൾക്ക് ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യണം എന്നുണ്ട്, നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട്, ഒരു അട്രാക്ഷൻ ഉണ്ട്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാൻ കാണുന്നത് 9 ഓഫ് വാൻഡ്സ് ആണ്. അപ്പം 9 ഓഫ് വാൻഡ്സ് ഇവിടെ ഒരു ഫിയറിൻ്റെ എനർജിയാണ്. അവരുടെ മനസ്സിൽ ഒരു ഫിയർ ഉണ്ട്. കാര്യങ്ങൾ അവർക്ക് തുറന്ന് സംസാരിക്കണം എന്നുണ്ട്, അവർക്ക് ക്ലാരിറ്റി കിട്ടണു, ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷൻ അവർക്ക് പുറത്തു വരണം. ഈ സിറ്റുവേഷനിൽ അവർക്ക് ഒരു ആക്ഷൻ എടുക്കണം എന്നുണ്ട്, പക്ഷെ ധൈര്യക്കേട് ആയിരിക്കാം, ധൈര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ കാണുന്നത് ഒരു അവരുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യണു. അപ്പോൾ എന്താ ഉണ്ടായ പാസ്റ്റിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്? പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ പാസ്റ്റിൽ രണ്ടാളുടെ ഇടയ്ക്ക് ഒരു സ്റ്റേബിൾ ബിഗിനിങ് ഉണ്ടായി, പക്ഷെ എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ, എന്തോ ഒരു മാറ്റം വന്നു, എന്തോ ഒരു ചേഞ്ച് ഉണ്ടായി, എന്തോ ഒരു എൻഡിങ്ങിൻ്റെ എനർജി കാണാണ്ട്. ഈ എൻഡിങ്ങിൻ്റെ കാരണം പേജ് ഓഫ് കപ്സ്. അപ്പോൾ ഇതൊരു എൻഡിങ് കഴിഞ്ഞിട്ടൊരു പുതിയ തുടക്കമാവാം. എന്താ വെച്ചാൽ പേജ് ഓഫ് കപ്സ് ഒരു പുതിയ ബിഗിനിങ് ആണ്, ഒരു റിലേഷൻഷിപ്പിൻ്റെ ബിഗിനിങ്. പക്ഷേ ഇവിടെ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ സിറ്റുവേഷൻ മുമ്പോട്ടേക്ക് പോയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു എനർജി. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ഇപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് എന്താ അവരുടെ ട്രൂ ഫീലിങ്സ് ഉള്ളതെന്ന് അവർക്ക് അതിൻ്റെ ക്ലാരിറ്റി ഉണ്ട്.
അവർക്ക് നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം എന്നുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ക്ലാരിറ്റി വന്ന സ്ഥിതിക്ക് അവർക്ക് ഇപ്പോൾ ഡിലേ ചെയ്യണം എന്നില്ല. അവർ പക്ഷേ വെയിറ്റ് ചെയ്യണു ശരിയായ സമയത്തിന് വേണ്ടിയിട്ട്. അതല്ല വെച്ചാൽ അവർക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ ആണ് കോണ്ടാക്ട് ചെയ്യുക, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അവർക്ക് വേറെ പേടി എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഈ സിറ്റുവേഷന് വിട്ടു പോയിണ്ടാവുമോ, ഈ സിറ്റുവേഷനിൽ അവർ ഹാപ്പി ആയിരുന്നില്ല വെച്ചാൽ മേ ബി അവർക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് മതി അപ്രോച്ച് ചെയ്യുക, അങ്ങനത്തെ എനർജിയും ആവാം. നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ ഈ നിങ്ങളുടെ ഈ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ഒരു ലോങ് ടേം പാർട്ട്ണറായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ക്വീൻ ഓഫ് വോൺസ് കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ നല്ലൊരു കോൺഫിഡൻറ്റ് പേഴ്സൺ ആണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് വേണം, റീകൺസിലിയേഷൻ വേണം. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ? ഹെർമിറ്റ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടിയും സമയമെടുക്കും. ഓക്കെ, ഹെർമിറ്റ് അവർ കുറേ എന്താ പറയുക മെല്ലെ മൂവ് ചെയ്യണ പേഴ്സണാണ്. പറഞ്ഞ ഉടനെ സഡൻ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാത്ത ഒരു പേഴ്സണാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് അവർക്ക് ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഫീൽ ചെയ്യുമ്പോഴാണ് അവർ തിരിച്ചു വരിക. പക്ഷെ അവർ തിരിച്ചു വരുന്നുണ്ട്. 6 of Cups അവരുടെ ഇൻറ്റൻഷൻ തന്നെ അതാണ്, നിങ്ങളുടെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്ന്. മേ ബി അവർക്കും ചില കാര്യങ്ങളുണ്ടാവും, അവരുടെ ഫാമിലി, അവരുടെ ജോബ്, എല്ലാത്തിലും എന്തോ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അവർ കോൺഫിഡൻ്റ് ആയി ഫീൽ ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്? നിങ്ങളുടെ ഇൻറ്റൻഷൻ 4 of Pentacles. നിങ്ങൾ ആക്ച്വലി ഈ സിറ്റുവേഷനിൽ ഒട്ടും എഫേർട്ട് ഇപ്പോൾ ഇടാൻ പോകുന്നില്ല എന്നാണ് തീരുമാനിച്ചത്. എന്താ വെച്ചാൽ മേ ബി നിങ്ങൾക്ക് അവർ എന്തോ എഫേർട്ട് ഇടണം എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. 2 of Swords. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഈ പേഴ്സൺ എന്താ എഫേർട്ട് ഇടാത്തതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഈ പേഴ്സൻ്റെ ലൈഫിൽ എന്താണ്, വേറെ ആരെങ്കിലും വന്നോ, അതും നിങ്ങൾക്കൊരു പേടി. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? 8 of Swords. അപ്പോൾ അവർ ഈ സമയത്ത് കൺഫ്യൂസ്ഡ് ആണ്. ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി മാതിരി ഫീൽ ചെയ്യണു. അവർക്ക് ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ട്. പക്ഷെ അവർ ഈ സിറ്റുവേഷന് പുറത്തു വരും, ഒരു തീരുമാനം എടുത്ത് മുമ്പോട്ടേക്ക് വരും. ഞാൻ കാണുന്നത് ട്രാവൽ എനർജിയുമാണ്. അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് ആവാം ഈ റിലേഷൻഷിപ്പ്. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരണോ എന്തോ പറയാൻ. 3 of Pentacles അവർ ഈ സിറ്റുവേഷനിൽ എഫേർട്ട് ഇടാൻ റെഡിയാവും. പറഞ്ഞാൽ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ റെഡിയാവും. നിങ്ങളുടെ എനർജിയിലും 6 of Wands ആണ്. നിങ്ങൾക്കും അത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് പേഷ്യൻ്റ്ലി. ഈ സിറ്റുവേഷനിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവും എന്ന് നിങ്ങൾ ഹോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ, ഈ പേഴ്സൺ തന്നെ തീരുമാനം എടുത്ത് വന്നോട്ടെ എന്നാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണത്. അപ്പോൾ എന്താണ് ഔട്ട്കം ഇവിടെ ഉള്ളത്? ഔട്ട്കം ഞാൻ കാണുന്നത് ക്വീൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ കുറേ ലവിൻ്റെ എനർജി ഉണ്ട്. ഓക്കെ, കുറേ ഇമോഷൻസ് ഉണ്ട്, കുറേ ഫീലിങ്സ് ഉണ്ട്. ഈ സിറ്റുവേഷനിൽ കുറേ ഗ്രോത്ത് ഉണ്ട്, കുറേ അബണ്ടൻസ് ഉണ്ട്, ഫെർട്ടിലിറ്റിയുടെ എനർജി ഉണ്ട്, അട്രാക്ഷൻ്റെ എനർജി ഉണ്ട്. കാര്യങ്ങൾ സ്റ്റേബിളായിട്ടാണ് മുമ്പോട്ടേക്ക് പോകണേ. അപ്പോൾ കുറച്ച് ചിലപ്പോൾ സമയം എടുത്താലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ സ്റ്റെബിലിറ്റി ഉണ്ട് ഈ സിറ്റുവേഷനിൽ. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള തോട്ട്സ്? ഇപ്പോഴത്തെ അവർക്ക് എന്താണ് നിങ്ങളോട് പറയേണ്ടത്? അവർ പറയാൻ നോക്കണത് എന്താ വെച്ചാൽ ഐ കുഡൻറ്റ് ലെറ്റ് യു ഗെറ്റ് ക്ലോസ് ടു മീ. ഐ ലുക്ക് ഫോർ യു എവ്രിവെയർ. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലത്തേക്ക് അവർ പോകുമ്പോൾ അവിടെയൊക്കെ നിങ്ങളുണ്ടോയെന്ന് അവർ ഹോപ്പ് ചെയ്യണു. ഐ ലോസ്റ്റ് മൈ സെൽഫ് ഫോർ എ ലിറ്റിൽ വൈൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ്. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് ക്യാൻസർ ഉണ്ട്, ലിയോ ഉണ്ട്, കുറേ അക്വേറിയസ്, ലീബ്ര, ജെമിനി ഉണ്ട്, ഫയർ സൈൻസും ഉണ്ട്, ലീബ്ര ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, കുറേ സൈൻസ് ഉണ്ട് ഇവിടെ ആക്ച്വലി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്യും. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.